കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയിൽ ബൈക്ക് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ വളരെയേറെ ദുരൂഹതയെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ല. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്നും തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ദുരൂഹമായ സാഹചര്യമുണ്ടോ? പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, ഇതിൽ ഒരു വ്യക്തത വന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, മരിച്ചത് ആരാണ്? ഈ അപകടത്തിൽ മരിച്ച രണ്ടുപേർ ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ദുരൂഹതയുള്ളത്. അതായത് ഒരു ബൈക്ക് നേരെ പോസ്റ്റിലേക്ക് ചെന്ന് ഇടിച്ചു, പൂർണ്ണമായും കത്തി നശിക്കുകയാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഈ ബൈക്കിൻ്റെ നമ്പറായി സംശയിക്കുന്നത് രണ്ട് നമ്പറുകളാണ്. ഒന്ന് KL11 AB 402, അതുപോലെ തന്നെ AB 408. ഈ രണ്ടിൽ ഏതോ ഒരു നമ്പറാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ അനുമാനം. കൊടുവള്ളി പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ബാലുശ്ശേരി ലിമിറ്റിലും മറ്റൊന്ന് മലപ്പുറം ലിമിറ്റിലുമുള്ള വണ്ടികളാണ്. ആ വണ്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം. കാരണം ആദ്യം തന്നെ മരിച്ചത് ആരാണ്? മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. അപ്പോൾ സ്വാഭാവികമായും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ ദുരൂഹതയുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മറ്റേതെങ്കിലും വാഹനം വന്ന് ഇടിച്ചതിന് ശേഷം ഉണ്ടായതാണോ, മറ്റെന്തെങ്കിലുമാണോ, സ്ഫോടനമോ അല്ലെങ്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരാനുണ്ട്. പോലീസിൻ്റെ അന്വേഷണം, കൊടുവള്ളി CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം, കൊടുവള്ളി IP യുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.